യാതൊരു സംശയമില്ല. ഇനി അടുത്തത് അതാണ് വരാനുള്ളത്. ഇത് എപ്പോൾ സംഭവിക്കും? നമ്മുടെ കാലം കഴിഞ്ഞിട്ടാണോ നമ്മുടെ കാലത്തിലാണോ? ഞാൻ ദൈവമായി കണക്കുകൂട്ടി ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ദാസനെ പോലെ ഇരുന്നുകൊണ്ട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ദൈവത്തിൽ നിന്നുള്ള വെളിപാട് ശരിയാണെങ്കിൽ കർത്താവിൻ്റെ ആ ദിനം വരുന്നതിന് മുമ്പ് സഭയ്ക്കുള്ള മെസ്സേജാണ്. അബ്രാമിന് കൊടുത്ത മെസ്സേജ് പോലെ, മോശയ്ക്ക് കൊടുത്ത മെസ്സേജ് പോലെ അവസാന കാലത്തും ഈ അടയാളങ്ങൾ ഉണ്ടായേ പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ വരവിന് മുമ്പ് ഇതൊക്കെ സംഭവിക്കും. കാരണം ദിനം വരുന്നതിന് മുമ്പ് സഭയ്ക്കുള്ള മെസ്സേജാണ്. അബ്രാമിന്റെ കാലത്തിന് മുമ്പേ നമുക്ക് കേട്ടിട്ടുണ്ട്, അനേകം ദൈവങ്ങളുടെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അബ്രാമിന്റെ കാലത്തിന് മുമ്പ് തേരഹിന്റെ ഒക്കെ കാലത്ത് എത്തിയപ്പോഴേ നമുക്ക് ഒരുപാട് ദൈവങ്ങളുടെ പേരുകൾ നമുക്ക് കേൾക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ആ മർദുക് ദേവൻ, തേരഹിന്റെ കാലത്തുണ്ടായിരുന്ന ദേവൻ, മർദുക് ദേവൻ, പുള്ളി ഇല്ലാതായിപ്പോയി. പുള്ളി ഇപ്പൊ എവിടാണെന്ന് പോലും അറിയത്തില്ല. അതിനുശേഷം അനേകം ദേവന്മാർ അതിനുശേഷം വന്നു. ജൂപ്പിറ്റർ വന്നു, പല ദേവന്മാരും വരികയുണ്ടായി. ഒരുപാട് ദേവന്മാരുടെ പേരുകളുണ്ട്. പിന്നെ റാംസസ് ദേവനുണ്ട്, സെതി ദേവനുണ്ട്, എന്തെല്ലാം ദേവന്മാർ കിടക്കുന്നു. എല്ലാ ദേവന്മാരും ഇപ്പൊ കാണാനില്ല. ഈ ദേവനാണ് ദേവന്മാരുടെ ദൈവം, ഇതെല്ലാ ദൈവങ്ങളുടെ ദൈവമാണെന്ന് പ്രഖ്യാപിച്ച അനേകം ദൈവങ്ങളുണ്ടായിരുന്നു. ആ ദൈവങ്ങളെല്ലാം ഇന്ന് അവസാനിച്ചു പോയി. എന്നാൽ അതിനേക്കാളൊക്കെ മുമ്പേ ഉണ്ടായിരുന്ന പേരാണ് യാഹുവേ, യഹോവയുടെ പേര്, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേര്. അത് ഈ മർദുക്കൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന പേരാണ് യഹോവയുടെ പേര്. ആ യഹോവയുടെ പേര് ഇന്ന് അവസാന കാലം എത്തിയിട്ടും നിലനിൽക്കുന്നുവെങ്കിൽ സംശയിക്കാവുന്നുമില്ല, അവൻ ദൈവമായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് മരിച്ചടക്കപ്പെടുകയില്ല. ഇതിനെ കാലഹരണപ്പെടാൻ ഇതിന് പറ്റുകയില്ല. കാരണം ഇത് ജീവിക്കുന്ന ദൈവമാണ്. ജോയലിന്റെ പുസ്തകം 2-ാം അധ്യായത്തില് അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്: ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ. അപ്പൊ ആകാശത്തിൽ അത്ഭുതങ്ങൾ കാണിക്കും. എപ്പോഴാണ് കാണിക്കുന്നത്? അന്ത്യനാളിൽ കാണിക്കുമെന്നാണ് പറയുന്നത്. കാരണം അവസാന കാലത്ത് പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അതിനോടനുബന്ധിച്ചിട്ടാണ് ആകാശത്ത് അടയാളങ്ങൾ കാണിക്കുമെന്ന് ജോയലിന്റെ പ്രവചനം ഉള്ളത്. ഇനി ഇതുകൂടാതെ ജോയൽ ബ്ലഡ് മൂണിനെ കുറിച്ചും പ്രവചിച്ചിട്ടുണ്ട്. മിക്കുള്ളവർക്ക് അതറിയാം. പക്ഷെ അത് നമുക്കറിയാമെങ്കിലും അതിൻ്റെ അകത്ത് എന്തിനാണ് ബ്ലഡ് മൂണിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് എന്ന് ജോയൽ വ്യക്തമാക്കുന്നുണ്ട്. അത് ജോയൽ 2-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. 31-ാമത്തെ വാക്യത്തിൽ പറയാണ്: യഹോവയുടെ വലതു ഭയങ്കരമായുള്ള ദിവസം വരുന്നതിന് മുമ്പ്. എന്നുവെച്ചാൽ കർത്താവിൻ്റെ ദിവസം വരുന്നതിന് മുമ്പ്, അതാണ് നമുക്ക് തന്നിരിക്കുന്ന മെസ്സേജ്. ഈ ദിവസം വരുന്നതിന് മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. ജോയൽ ഇത് എഴുതുന്നത് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പാണ് എഴുതുന്നത്. അന്നത്തെ കാലത്തൊന്നും ഈ ചന്ദ്രൻ രക്തം പോലെ ബ്ലഡ് മൂൺ ആയതിന് യാതൊരു തെളിവുമില്ല. ശാസ്ത്രം വലുതായതിനു ശേഷവും തെളിവുകളില്ല. എന്നാൽ അന്ത്യകാലത്ത് ഇത് സംഭവിക്കത്തുള്ളെന്ന് ജോയൽ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, തൻ്റെ പ്രവചനത്തിൽ എഴുതിയിരിക്കുക. ഇതെന്തിനാണ് ഇത് സംഭവിക്കുന്നത്? ഇത് അടയാളം. സൂര്യൻ ഇനി ഇരുളായി മാറും, സൂര്യൻ പ്രകാശം തരാത്ത അവസ്ഥ ഉണ്ടാവും. പണ്ട് ചന്ദ്രൻ രക്തമായി മാറുമെന്ന് പറഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന യുക്തി ചിന്ത ഉള്ളവർ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തു. പക്ഷെ ബ്ലഡ് മൂൺ വന്നപ്പോൾ പലരുടെയും ഉത്തരം മുട്ടിപ്പോയി. അതേ അവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. സൂര്യൻ ഇരുണ്ട് പോകും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ചന്ദ്രൻ ബ്ലഡ് മൂൺ ആയിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഇരുളുക തന്നെ ചെയ്യും. ഭൂമിയിൽ പ്രകാശമില്ലാതെ, ഭൂമിയിൽ സൂര്യകിരണം എവിടെ പോലും സൂര്യകിരണം അടിക്കാത്ത രീതിയിൽ ഭൂമിയിൽ ഇരുട്ട് വ്യാപരിക്കും. യാതൊരു സംശയമില്ല. ഇനി അടുത്തത് അതാണ് വരാനുള്ളത്.
ഇത് അതുകൊണ്ടാണ് യോയൽ പറയുന്നത്, ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. കാരണം കർത്താവിൻ്റെ ആ ദിനം വരുന്നതിന് മുമ്പ് സഭയ്ക്കുള്ള മെസ്സേജാണ്. അബ്രാമിന് കൊടുത്ത മെസ്സേജ് പോലെ, മോശയ്ക്ക് കൊടുത്ത മെസ്സേജ് പോലെ, യേശു ജനിച്ചപ്പോൾ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു ജ്ഞാനികൾക്ക് കൊടുത്തതുപോലെ, ജോഷുവ യുദ്ധം ജയിക്കാൻ വേണ്ടി സൂര്യനെ തടഞ്ഞ് സൂര്യന്റെ ചലനത്തെ സൂര്യനെ നിർത്തേണ്ടടുത്ത് തന്നെ നിർത്തിയതുപോലെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവസാന കാലത്തും ഈ അടയാളങ്ങൾ ഉണ്ടായേ പറ്റത്തുള്ളൂ. 1492 ജൂതന്മാരെ കംപ്ലീറ്റ് സ്പെയിനിൽ നിന്ന് പുറത്താക്കിയ എല്ലാവരെയും ഒരുമിച്ച് സ്പെയിനിൽ ഒരൊറ്റ ദൂതന്മാരെ കണ്ടുപോരെന്ന് പറഞ്ഞുകൊണ്ട് സ്പെയിനിൽ നിന്ന് പുറത്താക്കുന്ന തരത്തിലുള്ള വിപ്ലവം ലോക പ്രശസ്തമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വർണ്ണിക്കുന്നില്ല. ജൂതന്മാർക്ക് ഇടമില്ലാത്ത അവസ്ഥയായി. മരുഭൂമിയിൽ സാത്താനെ പേടിച്ച് സ്ത്രീയെ കുറച്ചുനാൾ മരുഭൂമിയിൽ ഒളിപ്പിച്ചു. പല ദേശങ്ങളായിട്ട് അവളെ ഒളിപ്പിച്ചു. 12-ാം അധ്യായം വെളിപാട്. മരുഭൂമി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലമല്ലാത്ത ദേശത്തെയാണ് മരുഭൂമി. മരുഭൂമി എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൻ്റെ ദേശം. മരുഭൂമിയെ ഇസ്രായേൽ ജനത്തിൻ്റെ വ്യാഖ്യാനമനുസരിച്ച് മരുഭൂമി, മുൾച്ചെടി, ഇത് രണ്ടും കഷ്ടതയുടെയും ദുഃഖത്തിൻ്റെയും കാലങ്ങളെയാണ് പറയുന്നത്. അപ്പോൾ അവളെ മരുഭൂമിയിലേക്ക് ഓട്ടിച്ചു വിട്ടു. അവൾ മരുഭൂമിയിൽ താമസിച്ചു. പല ദേശങ്ങളിൽ, സഹനങ്ങളിൽ. ഇസ്രായേൽ എന്ന് പറയുന്ന പ്രവാചകരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൾ, സ്ത്രീ ഇസ്രായേൽ, അവൾ കഷ്ടത്തിലും സഹനത്തിലും താമസിക്കുവാണ്. ഇവിടെ 1492 ഏകദേശം ഈ പറഞ്ഞ സ്വസ്ഥമായിട്ട് താമസിക്കാൻ കൊടുത്ത ഈ ഡേറ്റ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ലോകത്തിലെ പല ഭാഗങ്ങളിലും ജൂതന്മാർക്ക് പ്രശ്നമായി. കാരണം ഈ ഡേറ്റിൻ്റെ ഒരു അളവങ്ങോട്ട് കഴിഞ്ഞതും അവർക്ക് ബഹളമായി. അവർക്ക് എങ്ങും താമസിക്കാൻ പറ്റാത്ത സഹനം ഈ സ്ത്രീക്കുണ്ടാകും, സ്ത്രീക്കെതിരെ യുദ്ധമുണ്ടാകും എന്നുള്ളത് വെളിപാട് 12 വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീക്കെതിരെ ഉണ്ടായ യുദ്ധത്തിൽ പലയിടത്തായിട്ടുണ്ടായതുപോലെ സ്പെയിനിൽ ശക്തമായിട്ട് സ്ത്രീക്കെതിരെ യുദ്ധമുണ്ടായി. ഇസ്രായേലിലെ സകല ജൂതന്മാരെയും സ്പെയിനിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം വന്നു. എന്നാൽ ദൈവം ഈ സ്ത്രീയെ സംരക്ഷിക്കാൻ ഒരു ഇടം ഒരുക്കണമെന്ന് ദൈവം തീരുമാനമെടുത്തിരുന്നു. ഈ സമയത്താണ് 3 കപ്പലുള്ള ഒരു നാവികൻ, 3 കപ്പൽ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം സ്വന്തമായിട്ട് കപ്പലുള്ള ആളാണ്. അയാൾ ഈ സമയത്ത് യൂറോപ്യൻ രാജ്യത്തിൽ നിന്ന് അദ്ദേഹം ഏഷ്യ ലക്ഷ്യമാക്കി 3 കപ്പലുകളിൽ പുറപ്പെട്ടു. അതിലൊന്നിൻ്റെ അദ്ദേഹം ഓടിച്ചിരുന്ന കപ്പലിൻ്റെ പേര് സാന്റാ മരിയ എന്ന് പറയുന്ന കപ്പലാണ്. ഈ കപ്പൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഏഷ്യയിലേക്ക് കടന്നു വന്നിട്ട് ഏഷ്യയിൽ നിന്ന് എരിവുള്ളതും മറ്റ് ഡേറ്റ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് തൻ്റെ രാജ്യത്തിലേക്ക് പോകണമെന്നാണ് അദ്ദേഹം കണക്ക് കൂട്ടിയത്. ഒരു സൈഡിൽ ജൂതന്മാരുടെ നിലവിളി ഒരു സൈഡിൽ ഉയരുമ്പോൾ ഇവിടെ 3 കപ്പൽ ഏഷ്യൻ രാജ്യത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുവാൻ തുടങ്ങി. തൻ്റെ മക്കൾ എത്ര ദുഷ്ടരാണെങ്കിലും അബ്രാമിൻ്റെ സന്തതി കരഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഈ സാന്റാ മരിയ കപ്പൽ ഓടിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹം കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ കപ്പൽ കാറ്റിൻ്റെ അകത്ത് അകപ്പെട്ടു. കാറ്റ് കപ്പലിനെയും കൊണ്ട് ദിശ തെറ്റിച്ച് മറ്റൊരു സൈഡിലേക്ക്, പടിഞ്ഞാറൻ സൈഡിലേക്ക് ദിശ തെറ്റിച്ച്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ദിശ തെറ്റിച്ചു കൊണ്ടുപോവുകയാണ്. കിലോമീറ്ററോളം കൊണ്ടുപോയി. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആദ്യം അവരൊരു ചെറിയ ദ്വീപ് പോലെ ഒരു കര കണ്ടെങ്കിലും അവിടെ നിന്നും മുന്നോട്ട് പോയി. അവർക്ക് നിശ്ചയമില്ലാത്ത വഴിയിലൂടെ കാറ്റ് കപ്പലിനെയും കൊണ്ട് യാത്ര തിരിച്ചു. കുറെ കഴിഞ്ഞ് കാറ്റ് ശാന്തമായി. 3 മാസം എടുത്തു അവരുടെ യാത്ര. 3 മാസം എത്തിയപ്പോഴത്തേക്ക് അവർക്ക് എവിടെയാണ് തങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് ഒരു പിടിയുമില്ലാത്ത സാഹചര്യം വന്നു. അപ്പൊ തങ്ങൾ എവിടെയാണ് വന്നിരിക്കുന്നത്? അപ്പൊ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ കപ്പലിന്റെ ഉടമയുടെ കൂടെ ഉണ്ടായിരുന്ന ക്രൂ മുഴുവൻ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. അവർ പറഞ്ഞു, അല്ലയോ യജമാനനെ, നമ്മൾ ഓഗസ്റ്റ് 3 പുറപ്പെട്ടതാണ്. കാറ്റിൽ അകപ്പെട്ട് നമ്മൾ എവിടെയൊക്കെയോ സഞ്ചരിച്ചു. ഇപ്പം മാസം 3 കഴിഞ്ഞു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഒക്കെ ആയി. ഇപ്പം നവംബറിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ.
നമ്മൾ ഏഷ്യയിലേക്ക് പോകാൻ പോയ നമ്മളെ ഏതോ ഒരു കാറ്റ് വന്നിട്ട് നമ്മളെ വെസ്റ്റിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മളിനി ചെയ്യും, നമുക്ക് തിരിച്ചു പോയാലോ എന്ന് അവർ ക്രൂ കടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ഓട്ടിച്ച ആൾ ഇച്ചിരി മിടുക്കനാണ്. കപ്പലിന്റെ ഉടമ വലിയ ബുദ്ധിജീവിയാണ്. അദ്ദേഹത്തിന് 2 ലോഗ് ഉണ്ട്. ഒരു ലോഗ് അദ്ദേഹം ആരെയും കാണിക്കുകയില്ല. കപ്പലിന്റെ ചാറ്റ് എത്ര ദൂരം യാത്ര ചെയ്തു എന്നൊക്കെ ഉള്ള ഒരു ലോഗാണ്. അത് ആരെയും കാണിക്കത്തില്ല. ഒരു ലോഗ് ഇവരെ ക്രൂവിനെ കാണിക്കും. ആ ലോഗ് എന്ന് പറഞ്ഞാൽ ഇനി എത്ര ദൂരം യാത്ര ചെയ്താൽ കരയിലെത്താം എന്ന് കാണിക്കുന്ന ലോക. അത് ക്രൂ അത് കണ്ടുകൊണ്ട് സന്തോഷിക്കും. എന്നാൽ തൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ എത്ര ദൂരം, എത്ര മൈൽ തൻ്റെ കപ്പൽ താണ്ടി എന്നുള്ള മറ്റൊരു ലോഗ് ഇദ്ദേഹം മാത്രമേ കാണത്തുള്ളൂ. ഇദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാണിച്ചു കൊടുക്കത്തില്ല. മറ്റേത് കാണിച്ച് ഈ ക്രൂവിനെ കംപ്ലീറ്റ് സന്തോഷിപ്പിക്കും. അപ്പൊ ഈ ക്രൂവിനോട് പറഞ്ഞു, ഇനി 2 ദിവസം കൂടെ നമുക്ക് ചുമ്മാ മുന്നോട്ട് പോകാം. അത് അന്നേരം കര കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, റിട്ടേൺ, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞു. ക്രൂ സമ്മതിച്ചു. 2ാമത്തെ ദിവസം രാത്രി ആയപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരൊരു കരയോട് ചേർന്ന് എത്തിയെന്ന് ഇവർക്ക് മനസ്സിലായി. ആ രാത്രിയിൽ അവരവിടെ തന്നെ തങ്ങി. ആ രാത്രിയിൽ പകലായി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ബോട്ടിൽ ഇവര് ആ കരയിലേക്ക് കടന്നു ചെന്നു. നോക്കിയപ്പോൾ കാണാം നല്ല ഫലങ്ങളും മുന്തിരിയും ആപ്പിളും ഉള്ള സ്ഥലം. ആ സ്ഥലത്ത് അവർ നോക്കിയപ്പോൾ മറ്റൊരു കാഴ്ച കണ്ട്. ഫുൾ നേക്കഡായിട്ടുള്ള, എന്ന് വെച്ചാൽ ഒരു വസ്ത്രം പോലും ഇല്ലാത്ത മനുഷ്യർ, ആദിവാസികൾ അതിൻ്റെ അകത്തുണ്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് ആദിവാസികളെ ഇവർ കയ്യിലാക്കാൻ വേണ്ടി തൊപ്പി കൊടുത്തു, വസ്ത്രം കൊടുത്തു, അവരുടെ കയ്യിൽ വരുന്ന സ്വീറ്റ്സ് എല്ലാം അവർക്ക് നൽകി. അവരെ ഇവർ വശത്താക്കി. ആ സ്ഥലം ഇവർ പിടിച്ചടക്കി. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഇന്നറിയപ്പെടുന്ന അമേരിക്ക. ഈ സ്ഥലം പിടിച്ചടക്കിയ ഇത് കൊളംബസ് എന്ന് പറയുന്ന ആളുടെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. കൊളംബസ് 1492 അമേരിക്ക കണ്ടെത്തുകയും അമേരിക്ക പിടിച്ചടക്കുകയും ചെയ്തതോടുകൂടി സ്പെയിനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജൂതന്മാർക്ക് താമസിക്കാൻ, സ്വസ്ഥമായി താമസിക്കാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നും അന്ന് കപ്പൽ പോയ, കൊളംബസ് പോയ കപ്പലുണ്ടല്ലോ, ആ കപ്പൽ പോയ ആ വഴി കൂടെ തന്നെയാണ് ഇന്നും യൂറോപ്പിലെയും ഏഷ്യയിലെയും കപ്പലുകൾ ഇന്നും ആ വഴി കൂടെ തന്നെയാണ് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഉറപ്പ് പറയുന്നു, കൊളംബസിനെ കൊണ്ട് കാറ്റടിപ്പിച്ച് അമേരിക്ക വരെ എത്തിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കൈകൾ. 13 പറയുവാണ്, താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകന്റെ ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയങ്ങളുടെ സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതായത് തനിക്ക് സ്വസ്ഥമായി താമസിക്കുവാൻ പറന്നു പോകുന്ന എത്രയോ നദികളുടെ അകലെയായി ഒരു സങ്കേതം ഉണ്ടെന്ന് ദൈവം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സങ്കേതത്തിൽ അവർ സ്വസ്ഥമായി താമസിക്കും. അതും മരുഭൂമി തന്നെ, കഷ്ടതയുടെ സ്ഥലം തന്നെയാണ് അതും. ജൂതന്മാർ യഥാർത്ഥത്തിൽ ബലപ്പെട്ടു വന്നത്, ജൂതന്മാർ പച്ച പിടിച്ചു വന്നത്, ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് ജൂതന്മാർ തങ്ങളുടെ ബ്ലഡ് സൂക്ഷിച്ചുകൊണ്ട്, അബ്രഹാമിന്റെ ബ്ലഡ് നിലനിർത്തിക്കൊണ്ട് അവർ താമസം ആരംഭിച്ചത് അമേരിക്കയിലാണ്. അമേരിക്കയുടെ അവരുടെ ശക്തിയാണ് അവർക്ക് ഇസ്രായേലിനെ വിലയ്ക്ക് വാങ്ങിക്കുവാൻ സാധിച്ചത്. ഇസ്രായേലിനെ അവർ കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ച്, സിയോൺ കോൺഗ്രസ് വിലയ്ക്ക് വാങ്ങിച്ചാണ് അവർ പതുക്കെ അവിടെ കയറിപ്പറ്റി. ഇതൊക്കെ ചരിത്ര സംഭവമാണ്. അങ്ങനെ സിയോൺ കോൺഗ്രസ് ഉണ്ടാവാനും ഇത് വിലയ്ക്ക് വാങ്ങിക്കുവാനും എല്ലാം ഹേതുവായത് അമേരിക്കയിൽ കുടിയേറി പാർത്തതാണ്. ഇവിടെ വെളിപാട് പുസ്തകത്തിൽ പറയുന്നു, സ്ത്രീ വളരെ സ്വസ്ഥമായ ഒരു സങ്കേതം, മരുഭൂമി തന്നെയാണ്, പക്ഷെ സ്വസ്ഥമായിരിക്കും. അവിടെ അത് പച്ച പിടിക്കും. അവിടെ നിശ്ചയിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന മഹാ ഉപദ്രവ കാലം വരെയും അവൾ അവിടെ താമസിക്കും. ഇന്നും അമേരിക്കയിൽ ജൂതന്മാരുണ്ട്. മില്യൺ കണക്കിന് ജൂതന്മാർ ഇന്നും അമേരിക്കയിലുണ്ട്. അമേരിക്കയിലെ പല ഗവേഷണത്തിന്റെ പിന്നിലും ഇന്നും ജൂതന്മാരാണ്. അതുകൊണ്ട് ബ്ലഡ് മൂൺ ഇസ്രയേലിൽ ബ്ലഡ് മൂൺ ഉണ്ടായപ്പോൾ ജൂതന്മാർ താമസിക്കുന്ന അമേരിക്കയിലും ബ്ലഡ് മൂൺ ഉണ്ടായി. ഇത് ദൈവത്തിന് സന്ദേശമാണ്. ദൈവത്തിന്റെ ഒരു സന്ദേശമാണ് ഈ ബ്ലഡ് മൂൺ ഉണ്ടായത്.
ജൂതന്മാർ താമസിക്കുന്ന ഇസ്രായേലിന്റെ മുകളിലും ബ്ലഡ് മൂൺ ഉണ്ടായപ്പോൾ അതേപോലെ തന്നെ ജൂതന്മാർ താമസിക്കുന്ന അമേരിക്കയിലും ബ്ലഡ് മൂൺ സന്ദേശം അറിയിച്ചു. കാരണം എന്തോ ഒന്ന് ദൈവത്തിന് ഈ ലോകത്ത് ചെയ്യാനുണ്ട്. യാതൊരു സംശയമില്ല, ദൈവത്തിന് എന്തോ ഒരു കാര്യം ഇവിടെ ചെയ്യാനുണ്ട്. അതിൻ്റെ സന്ദേശമായിട്ടാണ് ഈ ജോയലിന്റെ പ്രവചനം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ചന്ദ്രൻ രക്താംബരമായി മാറും. ജോയൽ പറയുകയാണ്, ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. എന്റെ കർത്താവിന്റെ ദിനം വരുന്നതിന് മുമ്പ് ഇത് സംഭവിച്ചേ പറ്റത്തുള്ളൂ. ജോയൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. കർത്താവിന്റെ വരവിന് മുമ്പ് ഇതൊക്കെ സംഭവിക്കും. ഇതെല്ലാം നിങ്ങൾക്കുള്ള മെസ്സേജാണ്. ഇതെല്ലാം സഭയ്ക്കുള്ള മെസ്സേജാണ്. ഇത് കാണുമ്പോൾ യുക്തിചിന്തയിൽ മണ്ടന്മാരെ പോലെ ഓടിപ്പോകരുത്. ദൈവം തെളിവോടുകൂടി ഓരോന്ന് വെളിപ്പെടുത്തി തരുമ്പോൾ ഇതെല്ലാം പോഷത്വമാണ്, ഇതെല്ലാം മണ്ടത്തരമാണ്, ഇതെല്ലാം വിഡ്ഢിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം വിവേകിയായി ഇരിക്കുമ്പോൾ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ഇവിടെ നമുക്കറിയാം, പലരും യുക്തിചിന്തയിൽ ജീവിച്ചിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ ഒരു കോടാലി കിട്ടിയാൽ ഞാൻ ബൈബിളിനെ രണ്ടായി വെട്ടിക്കീറി ദൂരെ കളഞ്ഞേനെ എന്ന് പറഞ്ഞ യുക്തിചിന്തകന്മാരുണ്ട്. അവസാനം എന്ത് സംഭവിച്ചു? അവർ മരിച്ചു. അതിൽ ഒരാൾ പറഞ്ഞു, ബൈബിൾ അവസാനിച്ചു, ഇനി ബൈബിൾ എല്ലാവരും ദൂരെ നിന്ന് വലിച്ചെറിയുന്ന ദിനം വരാൻ പോകുക, ബൈബിളിന്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ യുക്തിചിന്തകൻ വരെയുണ്ട്. അവസാനം ഈ രണ്ടെണ്ണത്തിന്റെ കാലവും കഴിഞ്ഞു. ഈ രണ്ടെണ്ണത്തിന്റെ പേര് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. ആ പേര് പറയുവാനോ ആ പേര് പറഞ്ഞ് പബ്ലിസിറ്റി കൊടുക്കാനോ എനിക്ക് താല്പര്യമില്ലാത്തതിനാൽ ഞാൻ ആ പേര് ഉപയോഗിക്കുന്നില്ല. അവരുടെ കാലം പോയി, അവരുടെ കാലം കഴിഞ്ഞു. എന്നാൽ ബൈബിളോ കോടിക്കണക്കിന് വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം യുക്തി ചിന്തയുള്ളവർക്ക് ഇതൊക്കെ പറയുമ്പോൾ ഒരു സുഖമാണ്. പക്ഷേ ദൈവം ജീവിക്കുന്ന ദൈവമായത് കാരണം, യഹോവ യഥാർത്ഥ ദൈവമായത് കാരണം അത് മുന്നോട്ട് തന്നെ പോകും, മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സംഭവം ഇപ്രകാരമാണ്. അതിൽ 9-ാമത്തെ വാക്യത്തിൽ, 6-ാം അധ്യായം, വെളിപാട് 6-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യഹേതുവായും തുറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കീഴിൽ കണ്ടു. അതായത് ഈ ക്രിസ്തുവിന് വേണ്ടി മരിക്കപ്പെട്ട, കഴുത്തറക്കപ്പെട്ട് കൊന്ന, ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി ചുട്ടരിച്ചു കൊന്നിട്ടുള്ള ആത്മാക്കൾ, ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി നിരത്തിയിരുത്തി വെടിവെച്ച് കൊന്നിട്ടുള്ള ആത്മാക്കൾ, ഈ ആത്മാക്കൾ എഴുന്നേൽക്കും. അവർ മരിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ നാമത്തെ പ്രതിയാണ്. കാരണം സ്വർഗത്തിന്റെ താക്കോൽ ക്രിസ്തുവിന്റെ കയ്യിൽ മാത്രമാണ്. ക്രിസ്തുവിനെ അറിയാത്ത ഒരാൾക്ക് ദൈവരാജ്യത്തിൽ കയറാൻ പറ്റുകയില്ല. ക്രിസ്തു വഴി മാത്രമേ ദൈവരാജ്യത്തിൽ കയറാൻ സാധ്യമാകത്തുള്ളൂ. വേറെ എന്തു വേണമെങ്കിലും പറയാം, എന്തു വേണമെങ്കിലും ചിന്തിക്കാം. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യത്തിൽ തെളിവുകളുണ്ടോ? എന്തുമാത്രം തെളിവുകളാണ് ഉള്ളത് എന്ന് നോക്കുക. അതിൽ വെറും യുദ്ധചിന്തകൾ മാത്രമല്ലേ ഉള്ളത്? വ്യക്തമായ തെളിവുകളുണ്ടോ എന്ന് ചിന്തിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പ് പറയുന്നത്, ക്രിസ്തുവിന്റെ കാര്യത്തിൽ തെളിവുകളാണ്, മൊത്തവും തെളിവുകൾ മാത്രമേ ഉള്ളൂ. ക്രിസ്തു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും അത് ലൈവായി നടന്നുകൊണ്ടിരിക്കുക. ക്രിസ്തു കുരുടനെ സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ക്രിസ്തുവിന്റെ പ്രവാചകർ പ്രാർത്ഥിക്കുമ്പോൾ കുരുടന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്ന സംഭവങ്ങൾ എത്രയോ യൂട്യൂബ് തന്നെ എടുത്തു നോക്ക്, എത്രയോ കിടക്കുന്ന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ക്രിസ്തു എന്ത് പറഞ്ഞോ ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നും നടന്നുകൊണ്ടിരിക്കുക. അതിനാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ക്രിസ്തു പറഞ്ഞു സ്വർഗത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇവിടെ രക്തസാക്ഷികളായി തീർന്ന ആത്മാക്കൾ എഴുന്നേൽക്കപ്പെട്ടു കഴിഞ്ഞു. അവർ എഴുന്നേറ്റിട്ട് അവർ ആരാണ് എഴുന്നേറ്റിരിക്കുന്നത്? രക്തസാക്ഷികളായ വിശുദ്ധനും സത്യവാനുമായ നാഥാ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രമാത്രം ന്യായവിധിയും
പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. മരിച്ചുപോയ ആത്മാക്കൾ ക്രിസ്തുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് ചെന്നിട്ട്, ഭൂമിയിൽ ആരോടും പ്രതികാരം ചെയ്യാത്ത ആത്മാക്കൾ അവർ ക്രിസ്തുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് ചെന്നിട്ട് അവർ കരയുകയാണ്, അവർ നിലവിളിക്കുകയാണ്, നാഥാ നാഥാ, എത്ര നാൾ ഈ ലോകം പാപം ചുമക്കണം, എത്ര നാൾ വിശുദ്ധർ പീഡനമേക്കണം, സുവിശേഷകർ എത്ര നാൾ പരിഹാസം കേൾക്കണം, നിന്നെ പ്രഘോഷിക്കുന്നവർ എത്ര നാൾ പീഡനങ്ങൾ സഹിക്കണം, സഭ എത്ര നാൾ പീഡനം ഇനി ഏക്കണം. മരിച്ചുപോയവർ നിലവിളിക്കുക, മരിച്ചുപോയവർ കരയുക. അവർ രക്തസാക്ഷികളായവരാണ്. അവർ എഴുന്നേറ്റ് നിന്ന് കരയുമ്പോൾ അവരോട് പറയുന്ന മറുപടിയാണ് 11-ാമത്തെ വാക്യമാണ്. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നീലങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ഇനിയും ആൾക്കാർ കൊല്ലപ്പെടാൻ കിടക്കുന്നു, ഇനിയും ആൾക്കാർ രക്തസാക്ഷികളായി മാറാൻ കിടക്കുന്നു, ഇനിയും ആൾക്കാർ ക്രിസ്തുവിന് വേണ്ടി ജീവൻ കളയാൻ കിടക്കുന്നു. അങ്ങനെ അവരും കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്നത് വരെ നിങ്ങൾ റെസ്റ്റ് എടുക്കുക, നിങ്ങൾ സ്വസ്ഥമായി കിടന്നുറങ്ങുക. അവർ വരട്ടെ, അവർ വരുന്നത് വരെ റെസ്റ്റ് എടുക്കുക. ഇവർക്കെല്ലാം അങ്കി കൊടുക്കുകയാണ്, ഇവർക്കെല്ലാം നല്ല വസ്ത്രങ്ങൾ കൊടുക്കുക. ഈ വസ്ത്രങ്ങൾ വിശുദ്ധരുടെ നല്ല ചാരിറ്റികളാണ്, വിശുദ്ധരുടെ മറ്റുള്ളവർക്ക് ചെയ്ത ചാരിറ്റിയുടെ സമ്മാനങ്ങളാണ് ഈ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. ദരിദ്രരെ സഹായിച്ചതിന്റെ സമ്മാനങ്ങൾ, ഓഹരിയാണ്. അവരെ അണിയിച്ചൊരുക്കി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇനിയും നിങ്ങളുടെ സഹോദരങ്ങൾ വരാനുണ്ട്. ഇനിയും പലരുടെ തോക്കിന് മുമ്പിൽ തലകുനിക്കാതെ, പലരുടെയും വാളിന്റെ മുമ്പിൽ അവർ ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ വരാനുണ്ട്. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടാകും. ഇവരുടെ പ്രാർത്ഥന കഴിഞ്ഞു, ഇവരെ ആശ്വസിപ്പിച്ച് കഴിഞ്ഞ ഉടനെ ഒരു മുദ്ര പൊട്ടിച്ചു കഴിഞ്ഞ ഉടനെ ഭൂമിയിൽ പലയിടങ്ങളിലും ഭൂകമ്പങ്ങൾ, ഭൂചലനങ്ങൾ ഉണ്ടാവും. ദൈവവിശ്വാസം ഇല്ലാത്തവർ എത്ര കിടന്ന് വീമ്പടിച്ചാലും ശരി, ഉണ്ടായേ പറ്റത്തുള്ളത്, ഉണ്ടാകും. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുവാണ്? സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. സൂര്യൻ ഇരുളും എന്ന് യേശുക്രിസ്തു യോഹന്നാനോട് പറയുകയാണ്. സൂര്യൻ ഇരുളും, ചന്ദ്രൻ രക്താംബരം പോലെയാകും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇനിയും കുറെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ ചെല്ലാനുണ്ട്. ആ ചെല്ലാൻ വേണ്ടി ചെല്ലുന്നതിന് മുമ്പ് അവരെ റെസ്റ്റിന് ഇരുത്തിയിരിക്കുകയാണ്. നിങ്ങൾ റെസ്റ്റ് എടുത്തുകൊള്ളുക, മക്കൾ വരാനുണ്ട്, അതുവരെ വെയിറ്റ് ചെയ്യുക. അതിന് മുമ്പ് ഒരു കാര്യം സംഭവിക്കാനുണ്ട്. ചന്ദ്രൻ രക്താംബരമാകണം, ചന്ദ്രൻ ബ്ലഡ് മൂണായി എത്തേണ്ട സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടണം, എത്തേണ്ടടുത്ത് എത്തണം. ദൈവം പറയുന്നത്, നീ തിരിച്ചു വന്നാൽ, നീ അനുദപിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ ഞാൻ നിന്നെ സുഖപ്പെടുത്താം, ഞാൻ നിനക്ക് സൗഖ്യം തരാം. ഇത് ദൈവം എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ നീ അനുദപിക്കത്തില്ല, നിനക്ക് അനുദപിക്കാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്തിരിക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നീ ആരെ സമീപിക്കണം? നീ ദൈവദാസന്മാരെ സമീപിക്കണം, അവരോട് പറയുക. അല്ലെങ്കിൽ നീ ആരെങ്കിലുമായിട്ട് ഒരു സാരോപദേശത്തിനായിട്ടിരിക്കുക. സ്പിരിച്വൽ അഡ്വൈസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോകുക. അങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് നിങ്ങൾ ഈ സമയത്ത് ശ്രമിക്കേണ്ടത്. കർത്താവിൽ പ്രിയരെ, ചില മാരക പാപങ്ങളിൽ സാത്താനെ സന്തോഷിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ട്. ചില മാരക പാപങ്ങളാൽ സാത്താനെ സന്തോഷിപ്പിക്കുന്ന കുടുംബമുണ്ട്. എങ്ങനെയാണ് മാരക പാപങ്ങളാൽ സാത്താനെ സന്തോഷിപ്പിക്കുന്നത്? എങ്ങനെയാണ്? ഒന്ന്, യേശുവിനെ തെറി വിളിക്കുക, ഇത് മാരക പാപമാണ്. രണ്ടാമത്, വചനത്തെ കുറ്റപ്പെടുത്തുക. മൂന്നാമത്, സുവിശേഷകരെ നിന്ദിക്കുക, അവരെ പറ്റിയാൽ എന്തൊക്കെ ഉപദ്രവിക്കാമോ അത് ഉപദ്രവിക്കാൻ പ്ലാൻ ചെയ്യുക. ഇങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളോ ദൈവത്തിൻ്റെ ഫലങ്ങളോ ഇവർ വേണ്ടെന്ന് വെച്ചിരിക്കുവാണ്. ദൈവം നൽകാൻ തയ്യാറാണ്,
ഇവരൊന്ന് അനുദപിച്ച് കഴിഞ്ഞാൽ ദൈവം ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. ധൂർത്തപുത്രനെ കെട്ടിപ്പിടിച്ച ദൈവമാണോ? ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. പക്ഷെ ഇവർക്ക് വേണ്ട. അവർ അപ്പോൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? ബൈബിൾ പ്രകാരം മരണത്തെ തിരഞ്ഞെടുത്തു, നഷ്ടത്തെ തിരഞ്ഞെടുത്തു, കേസ്, വഴക്ക്, മാറാ രോഗങ്ങൾ, ഇതെല്ലാം അവർ തന്നെ പോയി തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. അതെല്ലാം കിടപ്പുണ്ട്. സ്പിരിറ്റുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയല്ലേ. എന്തു ചെയ്യും? ആ കുടുംബത്തിൽ, ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം ഒഴുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കുടുംബത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇതൊക്കെ കൈനീട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അവരിതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് നമ്മുടെ കയ്യിലും കൂടെ തന്നിട്ടുണ്ട്. നമുക്ക് എഴുന്നേക്കാൻ എന്തായാലും പറ്റുന്നില്ല. നമ്മുടെ ഉള്ളിലാണെങ്കിൽ ഇപ്പോഴും അന്യ ആരാധന, ഇപ്പോഴും ചെണ്ടമേളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് പോയാൽ കൊള്ളാം, ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും? അങ്ങനെ നമുക്കൊരു എഴുമ്പേറ്റമില്ലാതെ നമ്മളിങ്ങനെ താന്ന് കിടക്കുമ്പോൾ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. സംഖ്യാപുസ്തകത്തിൽ ഒരു വചനം എടുക്കാം, നമുക്ക് ഒന്ന് ശ്രദ്ധിക്കണേ. 16:1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 16:1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. ലേവിയുടെ മകനായ കൊഹാത്തിന്റെ മകൻ ഇസ്ഹാറിന്റെ മകനായ കോറഹും റൂബേൻ ഗോത്രത്തിലെ ഏലിയാബിന്റെ പുത്രന്മാരായ ദാഥാൻ, അബീറാം എന്നിവരും പെലേത്തിന്റെ മകൻ ഓനും ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തിരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ 250 പേരും മോശയെ എതിർത്തു. മോശയുടെ അധികാരത്തെ പറഞ്ഞുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യേശു വചനപ്രഘോഷകരെ, വചനത്തേക്ക് എതിർക്കുക. ഇവിടെ മോശയെ എതിർക്കുക. മോശയുടെ പ്രവൃത്തി, മോശയുടെ ശുശ്രൂഷകളെ ഒക്കെ ഇവരെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ ജ്വലിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം കടന്നു വരികയും അവർ നിന്നിരുന്ന സ്ഥലം ഭൂമി പിളർന്ന് അവർ താഴേക്ക് പോവുകയും അവരുടെ കുടുംബങ്ങൾ ഒരു പിൻതലമുറ പോലും അവശേഷിക്കാത്ത തരത്തിൽ തീരുകയും ചെയ്തു. അത് നമുക്കുള്ള ദൂതാണ്. അതായത് ദൈവദൂഷണം, ദൈവത്തെ കുറ്റപ്പെടുത്തുക, ദൈവവചനത്തെ വിമർശിക്കുക. ഇങ്ങനെ ചെയ്യുന്നവൻ വിമർശിച്ചോ, ധൈര്യമായിട്ട് വിമർശിച്ചോ. പക്ഷെ ഇതാണ് പ്രശ്നം. ഒരു തലമുറ പോലും അവശേഷിക്കാത്ത വിധത്തിലുള്ള ശാപമാണ് വരുത്തി വെക്കുന്നത്. ദൈവദാസന്മാർക്കോ ദൈവവചനം പ്രസംഗിക്കുന്നവർക്കോ അവർക്കിതൊന്നും ഒരു പ്രശ്നം പോലും ഇല്ല. അവര് ജീവനുള്ളിടത്തോളം കാലം അവരെവിടെ ആയാലും വചനം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ ബസ്സിലാണെങ്കിലും പറയും, ജയിലിലാണെങ്കിലും പറയും, അവരെ ഇനി ആശുപത്രി കൊണ്ടിട്ട് അവിടെ പറയും, എവിടെയാണെങ്കിലും സുവിശേഷകർ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവരെ തോപ്പിക്കാനൊന്നും നിങ്ങൾക്ക് പറ്റുകയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ദൈവദൂഷണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? അവരുടെ അവസ്ഥ ഈ പറഞ്ഞ കുടുംബങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെ അതിൻ്റെ വേരറ്റവും കൂടെ ഇല്ലാതായി പോകുമെന്നുള്ള ദൂതാണ് ഇതിൽ കറക്റ്റായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 44:50 ഒന്ന് വായിക്കാം. 44, ഈ 16:44 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ് അതിനുശേഷം വായിക്കുന്നത്. ഇങ്ങനെ ഒരു സംഹാരം. അത് കഴിഞ്ഞപ്പോൾ അവിടെ പകർച്ചവ്യാധി ഇറങ്ങി. ജനങ്ങൾ ഈ മോശയ്ക്കെതിരെ പ്രവൃത്ത ജനങ്ങളുടെ മേലെല്ലാം കൂടെ പെട്ടെന്ന് മിനിറ്റ് കൊണ്ട് പകർച്ചവ്യാധി ഇങ്ങനെ പടരാൻ തുടങ്ങി. അപ്പോൾ ആ രോഗത്തെ, ഈ മരുന്ന് കൊണ്ട് സൗഖ്യപ്പെടാൻ പറ്റാത്ത, മരുന്ന് കണ്ടുപിടിക്കപ്പെടാത്ത ഇങ്ങനെയുള്ള ഈ മരണകരമായ ഈ വിപത്തിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് നമുക്ക് കാണാം. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. ഇത്രയും നാളായിട്ട് ഒരു വിടുതലില്ലാത്ത നമുക്ക് ഇത് ചെയ്തു കഴിയുമ്പോൾ പതുക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. എന്താണ് ചെയ്യേണ്ടത് എന്താണ്? കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ സമൂഹ മധ്യത്തിൽ നിന്ന് ഓടിയകലുക, നിമിഷത്തിനുള്ളിൽ ഞാൻ അവരെ നശിപ്പിക്കും. എന്നാൽ മോശയും അഹ്റോനും കമിഴ്ന്നു വീണു. അവർ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. മോശ അഹ്റോനോട് പറഞ്ഞു, ബലിപീഠത്തിൽ നിന്ന് അഗ്നിയെടുത്ത് ധൂപകലശത്തിൽ ഇടുക, പരിമള ദ്രവ്യം ചേർത്ത് ഉടനെ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിക്കുക. അതായത് നമ്മൾ ഇവിടെ പറയുന്നത് വിശുദ്ധരുടെ പ്രാർത്ഥനയുടെ ഒരു നിഴലായിട്ടാണ് ഈ പരിമളദ്രവ്യം. ഇതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളാണ്. അപ്പോൾ ആ ദൈവത്തിനെ, അതായത് ഈ പരിമള സുഗന്ധം, അതിൻ്റെ ആ മണം അത്ര സുന്ദരമാണ് വിശുദ്ധരുടെ പ്രാർത്ഥന എന്ന് കാണിക്കുന്ന ഒരു നിഴലായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് അർത്ഥത്തിലാണ് ഇത് ചെയ്യുന്നത്.
പക്ഷെ അവയെല്ലാം അന്നത്തെ കാലത്ത് ദൈവത്തിന് വിശുദ്ധമാണ്. ഇന്ന് അതിൻ്റെ ആത്മീയാർത്ഥം വേറെയാണ്. ഇന്ന് അതുകൊണ്ട് നമുക്ക് പരിമളം ഉള്ള ഒരു പുകയിടണോ അല്ലെങ്കിൽ ഇടണ്ട, ഇതൊന്നും അല്ല ഇന്നത്തെ വിഷയം. അതല്ല. ഇന്ന് അതിൻ്റെ ആത്മീയ അർത്ഥം എന്ന് പറഞ്ഞ് നീതിമാന്മാരുടെ ആത്മാവിലുള്ള പ്രാർത്ഥനയാണ് ഇന്ന് അതിൻ്റെ അർത്ഥം. ഇനി കേട്ടുകൊള്ളുക, എന്താണ് പറയുന്നത്, വരുന്നത് എന്താണ്, അവർ ഈ പരിമള വിട്ടുകൊണ്ട് ഈ ധൂപകലശവും കൊണ്ട് ഇവർ ഈ പകർച്ചവ്യാധി ഉണ്ടാകുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഇദ്ദേഹം ഓടുകയാണ്. വായിച്ചോളുക. കർത്താവിന്റെ കോപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ കോപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. മഹാമാരി ആരംഭിച്ചു കഴിഞ്ഞു. മോശ പറഞ്ഞതുപോലെ അഹറോൻ ധൂപകലശമെടുത്ത് ജനത്തിന്റെ നടുവിലേക്ക് ഓടി. ജനത്തെ മഹാമാരി ബാധിച്ചു കഴിഞ്ഞിരുന്നു. അവൻ ധൂപാർച്ചന നടത്തി ജനത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്തു. അവൻ മരിച്ചു വീണവരുടെയും ജീവനോടിരിക്കുന്നവരുടെയും നടുവിൽ നിന്നു. അത് സെന്ററിൽ പോയി നിന്നു, ആ പാളയത്തിന്റെ സെന്ററിൽ. അപ്പം കുറെ പേര് മരിച്ചു കിടക്കുന്നു, കുറെ പേർ അല്പം ജീവൻ, ചിലവരുടെ മേൽ പകർച്ചവ്യാധി വീണിട്ടില്ല. ഇപ്പൊ ഇവരെ ഒന്നും നോക്കാതെ അഹറോൻ പോയി നിന്നു. അപ്പൊ നോക്കിക്കണ, അഹറോന് പകർച്ചവ്യാധി ഏൽക്കുന്നില്ല, ബാക്കിയുള്ളവർക്കെല്ലാം ഏറ്റുകൊണ്ടിരിക്കുക. ഇദ്ദേഹം ഈ ധൂപമായിട്ട് പോയി നിന്നു. ഇവിടെ ഇത് നമുക്ക് പുതിയ നിയമത്തിലെ ഉദാഹരണം എന്ന് പറഞ്ഞത്, കഷ്ടത, ദാരിദ്ര്യം വന്ന് അന്ധകാര ശക്തി ഇങ്ങനെ വേട്ടയാടുമ്പോൾ ഇവിടെ അഹറോനെ പോലുള്ള പ്രാർത്ഥന വീരന്മാർ ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ വരണം. അവർ പ്രാർത്ഥിക്കണം. അവർ പ്രയർ ചെയ്യുന്നത് വരെ മരണവും വിപത്തും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എപ്പോൾ ഈ ദൈവത്തിൻ്റെ ദാസൻ എപ്പോൾ ആ നടുപ്പാളയത്തിൽ വന്നോ ഈ സുഗന്ധം, അതാണ് ഞാൻ പറഞ്ഞ വിശുദ്ധരുടെ പ്രാർത്ഥനയും വിശ്വാസത്തിൻ്റെയും പഴയ നിയമത്തിലെ നിഴലാണത്. അപ്പോൾ അത് അങ്ങോട്ട് വീശിയതും ദൈവത്തിൻ്റെ ആ മഹാമാരി ആ കുടുംബങ്ങളിൽ നിന്ന് മാറാൻ തുടങ്ങി. ഇതാ നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് കുറവുകൾ വരുമ്പോൾ നമുക്ക് എന്തായാലും പറ്റിപ്പോയി. ഇനി നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഏക വഴി എന്ന് പറയുന്നത് പ്രയറാണ്, പ്രാർത്ഥനയാണ്. ദൈവദാസന്മാർ വന്ന് അത് ദൈവം സെലക്ട് ചെയ്തവരായിരിക്കണം, മനുഷ്യൻ സെലക്ട് ചെയ്തവരാവരുത്. ദൈവം നേരിട്ട് സെലക്ട് ചെയ്ത ദൈവദാസന്മാർ വരണം. അല്ലാതെ ഒരു സീലടിച്ച പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ളവർ വന്ന് അവരെന്തെങ്കിലും കാണിച്ചു കൂട്ടിയാലൊന്നും ദൈവം അവരുമായിട്ടൊന്നും കണക്ഷൻ ഇല്ല. അതേസമയം ദൈവം നേരിട്ട് സെലക്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ ദൈവവുമായി കണക്റ്റഡാണ് ഈ ദൈവദാസന്മാർ. അവർ വന്നിട്ട് ഇതുപോലെയുള്ള ഈ അഹ്റോൻ ചെയ്തതുപോലെ ഒരു പ്രയർ, അത് ധൂപകുറ്റിയോ പുകയിടണോ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അതിന് പകരമായി ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന നിഷ്കളങ്കമായ പ്രാർത്ഥന, ആ പ്രാർത്ഥന മതി ആ കുടുംബത്തിൽ വിടുതലിറങ്ങാൻ. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മഹാമാരി നിൽക്കാൻ അത് മതി. സാത്താന്റെ ഉപദ്രവം സ്റ്റോപ്പ് ആവാൻ ഈ പ്രാർത്ഥന മതി. ആദ്യം ഒരു രാജ്യത്തിൽ നിന്ന് മിസൈൽ ഇസ്രായേലിലേക്ക് വരും. ആ രാജ്യത്തിനെതിരെ ഇസ്രായേൽ മിസൈൽ അയക്കും. അത് കഴിയുമ്പോൾ ആ രാജ്യത്തിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടുത്ത രാജ്യം കയറും. ആ രാജ്യത്തിനെതിരെ ഇസ്രായേൽ അയക്കും. ഈ സമയത്ത് UN പല കൽപ്പനകൾ പ്രകടിപ്പിക്കും, കേൾക്കത്തില്ല. അത് കഴിയുമ്പോൾ അടുത്ത രാജ്യവും കൂടെ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ രാജ്യങ്ങൾക്കെതിരെ യുദ്ധവുമായിട്ട് അമേരിക്ക രംഗത്ത് വരും. അമേരിക്കയോ മറ്റൊരു രാജ്യമോ രംഗത്ത് വരും. ഈ രംഗത്ത് വരുന്ന സമയത്ത് ശത്രുത കൂടും. രണ്ട് അഭിപ്രായങ്ങളും രണ്ട് വർഗീയ കലാപങ്ങളും ആയിട്ട് ജനങ്ങൾ തമ്മിൽ അഭിപ്രായങ്ങളാവും. ഇങ്ങനെ അഭിപ്രായങ്ങളായിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് റഷ്യ ഈ പറയപ്പെടുന്ന, നേരത്തെ നമ്മൾ പറയപ്പെടുന്ന ആ രാജ്യങ്ങളുമായി കൂട്ടുചേരുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഭൂമിയുടെ 4 കോണുകളിലും സ്വർഗഭോഗ വിഭാഗങ്ങളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചിരിക്കും. ഇത് എപ്പോൾ സംഭവിക്കും? നമ്മുടെ കാലം കഴിഞ്ഞിട്ടാണോ നമ്മുടെ കാലത്തിലാണോ? ഞാൻ ദൈവവുമായി കണക്ക് കൂട്ടി ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ദാസനെ പോലെ ഇരുന്നുകൊണ്ട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ദൈവത്തിൽ നിന്നുള്ള വെളിപാട് ശരിയാണെങ്കിൽ 2030 അതിനോട് ചേർന്ന് നിൽക്കും ഈ സംഭവങ്ങൾ. അതായത് നമ്മുടെ കാലത്ത് തന്നെ ഇത് നടക്കുമെന്ന് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. 2030 ആണെങ്കിൽ 12 വർഷം വരെ ഇനി അതിന് കാലതാമസം ഉള്ളൂ. ട്രേഡ് വിപണികൾ നിലം കുത്തനെ തറയി വീഴും. പലരുടെ പണങ്ങൾ നഷ്ടമാകും. പലരും ആത്മഹത്യ ചെയ്യും. അങ്ങനെ കോടികൾ ആയിട്ട് കളിച്ചിരുന്ന പലരും ആത്മഹത്യയുടെ വക്കിൽ ചെന്ന് ചാടും. ഇതാണ് 2030 എത്തുന്നത്. എന്നാൽ 2030 എത്തുന്നതിന് മുമ്പ് ട്രേഡിൽ അനേകം മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ 30 കഴിയുമ്പോൾ ട്രേഡ് നിലകുത്തനെ തറയി വീഴും.